നമസ്കാരം. പൊതുജനം കഴുതിയ സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. പൊതുജനം കഴുതിയ സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇനി റിപ്പോർട്ടുകളിലേക്കാണ്. ആംബുലൻസ് ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ആശുപത്രിയിലെത്താൻ വൈകിയത് കൊണ്ടാണ് മകൻ മരിച്ചതെന്ന് കണ്ണൂർ കൊട്ടിയൂരിൽ മരിച്ച 3 വയസ്സുകാരന്റെ കുടുംബം. നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതായി കുട്ടിയുടെ പിതാവ് പ്രദോഷ് 24-നോട് പറഞ്ഞു. കൊട്ടിയൂർ ഉത്സവത്തെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കിൽപ്പെട്ടാണ് ആംബുലൻസ് വഴിയിൽ കുടുങ്ങിയത്. സാധാരണ നിലയിൽ 10 മിനിറ്റ് കൊണ്ടെത്തേണ്ട സ്ഥലത്ത് ഗതാഗതക്കുരുക്ക് കാരണം ആംബുലൻസ് എത്തിയത് 1 മണിക്കൂർ കൊണ്ടാണ്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി 1 മണിക്കൂറിലേറെയാണ് ആംബുലൻസ് വൈകിയത്. കടുത്ത പനി ബാധിച്ച 3 വയസ്സുകാരൻ പ്രജുൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരിച്ചു. ശ്വാസം ഒന്ന് കിട്ടാണ്ടായി. അങ്ങനെ വണ്ടിക്ക് വിളിച്ചപ്പം ഒരു വണ്ടിക്കാരും വന്നിട്ടില്ല. ആംബുലൻസ് എല്ലാം ആക്കിയപ്പം ട്രാഫിക് ബ്ലോക്കിലായി കഴിഞ്ഞത് കാരണം കുട്ടിക്ക് അസുഖം കൂടി. നേരത്തെ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇവനെ ഇതാക്കി എടുക്കായിരുന്നു. പക്ഷേ ലേറ്റായി പോയി നിങ്ങൾ വന്നതെന്ന് പറഞ്ഞു. സാധാരണ നിലയിൽ 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ആംബുലൻസ് എത്തിയത് 55 മിനിറ്റ് കഴിഞ്ഞ്. പാൽച്ചുരത്തിലെ ഗതാഗതക്കുരുക്ക് കാരണം ആശുപത്രിയിലെത്താനും വൈകി. കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് എത്തുന്നത്. 10 കിലോമീറ്ററോളം കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസും ദേവസ്വവും ഒരു ക്രമീകരണങ്ങളും ഒരുക്കിയില്ലെന്നാണ് ആക്ഷേപം. മുന്നൊരുക്കങ്ങളിൽ സംഭവിച്ച വീഴ്ച അനാസ്ഥയുടെ പച്ചയായ ഉദാഹരണം. 3 വയസ്സുകാരന്റെ മരണത്തിൽ ദേവസ്വം അധികാരികൾ മുതൽ ജില്ലാ ഭരണകൂടം വരെ ഉത്തരവാദികളാണ്. കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. വളരെ സങ്കടകരമായ വാർത്തയാണത്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വിവരം കോഴിക്കോട് വളയത്ത് നിന്നാണ്. അവിടെ വളയം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിന്നൽ ചുഴലി അനുഭവപ്പെട്ടിരിക്കുന്നു. മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്, വൈദ്യുതി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, എപ്പോഴാണ് ഈ മിന്നൽ ചുഴലി രൂപപ്പെട്ടത്? വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ഷഹദ്? ഉച്ചയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ മിന്നൽ ചുഴലി രൂപപ്പെട്ടിട്ടുള്ളത്. മാമുണ്ടേരി, ചെറുമോത്ത് ഭാഗങ്ങളിലാണ് ഈ ചുഴലിക്കാറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. വളയം പഞ്ചായത്തിലെ മാമുണ്ടേരി, അതുപോലെ തന്നെ ചെറുമോത്ത് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ ഇവിടെ മരങ്ങൾ വ്യാപകമായിട്ട് കടപുഴകി വീണു. അതുപോലെ തന്നെ വൈദ്യുതി ലൈനുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീഴുന്ന സാഹചര്യമുണ്ടായി. അവിടെയുള്ള വൈദ്യുതി ബന്ധം താറുമാറാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വീടുകൾക്ക് മേൽ മരങ്ങൾ വീണിട്ടുണ്ട്. ഒപ്പം തന്നെ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണിട്ടുണ്ട്. എന്നാൽ ആളപായം ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വീടുകളുടെ ഓടുകൾ പാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ മരങ്ങൾ റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഉച്ചയോട് കൂടിയിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയുടെ നഗരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും അതിശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ് ഇപ്പോഴും തുടരുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴയ്ക്ക് അല്പശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിൽ കനത്ത കാറ്റും മഴയും തുടരുകയാണ്. രജിത, ശരി. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തുടരുന്നുണ്ട്. ഇപ്പോൾ വളയം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് മിന്നൽ ചുഴലി രൂപപ്പെട്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾക്ക് റേഞ്ചില്ലാതെ ഒറ്റപ്പെട്ട് പത്തനംതിട്ടയിലെ വനമേഖലയ്ക്കടുത്തുള്ള ഗ്രാമങ്ങൾ. പത്തനംതിട്ട അരുവാപ്പുറം പഞ്ചായത്തിലെ പ്രദേശങ്ങളാണ് റേഞ്ചില്ലാതെ പാടുപെടുന്നത്. പലയിടത്തും ടവറുകൾ ഉണ്ടെങ്കിലും കൃത്യമായി നെറ്റ്വർക്ക് ലഭിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. റോമൻ സിനിമയിൽ ഫോണിനെ ആകാശം കാണിച്ച റേഞ്ച് പിടിക്കുന്ന ലാലു അലക്സിനെ ഓർമ്മയില്ലേ? അതേ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് ഇവിടെ. ഒരല്പം
മിനിമം റേഞ്ച് ലഭിക്കണമെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കണമെങ്കിൽ ആകെ പെടാപ്പാടാണ് ഈ നാട്ടുകാർക്ക്. വീട്ടിലിരുന്നാൽ റേഞ്ചില്ല, റേഞ്ച് വരണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം, ഫോൺ പിടിച്ച് റേഞ്ച് നോക്കി പോകണം. അരുവാപ്പുലം പഞ്ചായത്തിലെ കല്ലേലി, ഒരേക്കർ, കൊക്കാത്തോട്, കോട്ടാമ്പാറ എന്നിവിടങ്ങളിലാണ് രൂക്ഷമായ ഈ പ്രതിസന്ധി. ടവറുകളുണ്ടെങ്കിലും പല ദിവസങ്ങളിലും റേഞ്ച് ഔട്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ആരെയും വിളിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇവിടെ കഴിഞ്ഞ 6 മാസമായി ഒരു ഫോണിനും ഇവിടെ റേഞ്ച് കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ പ്രദേശവാസികൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിട്ടുള്ളതാണ്. അതുപോലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് കേട്ടോ വല്ലതും വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മഴയൊക്കെ ആയതിനാൽ എന്തെങ്കിലും അല്പമെങ്കിലും റേഞ്ച് കിട്ടണമെങ്കിൽ കല്ലേലിക്കടവ് പാലത്തിൽ വന്ന് റേഞ്ച് പിടിച്ചിട്ട് വേണം വിളിക്കാൻ. കല്ലേലി പാലത്തിനു മുകളിലും മറ്റുയർന്ന പ്രദേശങ്ങളിലും എത്തിയാൽ മാത്രമാണ് മുറിഞ്ഞാണെങ്കിലും ഒന്ന് സംസാരിക്കാനാവുക. സാധാരണക്കാരെ പലപ്പോഴും ഫോൺ വിളിക്കാൻ സഹായിക്കുന്ന BSNL പോലും തങ്ങളെ തുണയ്ക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പരിഭവം പറയുന്നത്. ഇവിടെ റേഞ്ച് എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ ഭാഗത്തില്ല. കാരണം ഇത് മലയേറിയ പൊക്കാത്തോട്ട് വനമേഖലയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. കാരണം ഈ വലിയ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 40 വീട് വനത്തിനുള്ളിലായിട്ട് താമസിക്കുന്ന ഏരിയ. ഏത് സമയം വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന ഭാഗമാണ്. എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ കിലോമീറ്ററോളം ഒന്നി പാലത്തെ വരണം, അല്ലെങ്കിൽ മുറിപ്പ് കയറണം, പാറയുടെ മണ്ട കയറിയാലേ ഇവിടെ പുറം ലോകമായിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് ദയവേദി നിങ്ങൾ എല്ലാവരും സഹകരിച്ച് ഇവിടെ റേഞ്ച് തരാനുള്ള മാർഗ്ഗങ്ങൾ ഗവൺമെന്റ് അധികാരികളെ ശ്രദ്ധപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. വന്യമൃഗ ശല്യമടക്കം രൂക്ഷമായ പ്രദേശത്ത് അധികൃതർ ഇടപെട്ട് ഒരു സഹായത്തിന് ഫോൺ വിളിക്കാനുള്ള നെറ്റ്വർക്ക് സൗകര്യമെങ്കിലും ഒരുക്കി നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാടാണ്, മലയോര മേഖലയാണ്. പക്ഷേ എന്തിനും മൊബൈൽ ഫോണുകൾ ആശ്രയിക്കുന്ന ഇക്കാലത്ത് ഈ നാട്ടുകാർക്ക് മെച്ചപ്പെട്ട നെറ്റ്വർക്ക് സൗകര്യം ഒരുക്കി നൽകേണ്ട ഉത്തരവാദിത്തം ബന്ധപ്പെട്ട അധികാരികൾക്കുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് അതിനുള്ള നടപടികൾ ഉണ്ടാകണം. ഒപ്പം തന്നെ മൊബൈൽ കമ്പനികളും ഈ നാട്ടുകാരെ പരിഗണിക്കണം. അനു ഇളകൊള്ളൂരിനും ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനുമൊപ്പം AB ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. മൊബൈൽ ഫോണൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ആരെയും വിളിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നു. ടവർ ഉണ്ടെങ്കിലും അതിൻ്റെ ഉപയോഗം ലഭിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാകുന്നു അതിലേക്ക്. 7 മാസത്തിൽ കൂടുതലായി ഒരു നെറ്റ്വർക്കും കവറേജ് ഇല്ല. ഞങ്ങൾ പല സിമ്മുകൾ മാറി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ വെറും കളിപ്പാട്ടമായി വെക്കുക പോക്കറ്റിൽ, അല്ലാതെ ഈ ഏരിയയിൽ. ഇതിവിടുന്ന് കോന്നിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് കിട്ടുന്നുള്ളൂ. പിന്നെ കുറേ നാൾ ഇവിടെ ഇപ്പം വന്യമൃഗങ്ങളാണെങ്കിൽ ഇഷ്ടം പോലുണ്ട്. കടുവയും പുലിയും ചെന്നായും ആനയും എല്ലാം ഉള്ളത്. ഏത് സമയത്തായിരുന്നു ഒരാളെ വെളിയിലോട്ടൊന്ന് വിളിച്ചറിയിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ബന്ധപ്പെട്ട പാറയുടെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോയി ഇന്ന് സംസാരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നിരിക്കുകയാണ് വയക്കര നിവാസികളും കൊക്കോത്താട് നിവാസികളും. ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മരണം സംഭവിച്ചാലോ എന്തെങ്കിലും കേസ് കെട്ടിന് വിളിച്ചാൽ ഇവിടെ റേഞ്ച് ഇല്ല. അത് നമ്മുടെ ഈ മേഖലയിൽ എന്തുവാണെന്നറിയത്തില്ല. ഇവിടെ 65 വീട്ടുകാർ വയക്കര മേഖലയിൽ താമസിക്കുന്നുണ്ട്. പ്രശ്നം എന്നും റേഞ്ചിൻ്റെ പ്രശ്നം തന്നെയാണ്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് നാട്ടിലുള്ളവരായിട്ടോ അല്ലെങ്കിൽ ആശുപത്രി കേസ് തന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞങ്ങൾക്ക് ഓടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് ആശുപത്രി ആരെങ്കിലും വിളിച്ചു പോയെങ്കിൽ പിന്നെ വണ്ടിയും കിട്ടത്തില്ല. അവരുടെ കാര്യം ഇവിടെ കടന്നു പോവല്ലേ ഉള്ളൂ. നാടിൻ്റെ ഒന്നാകെ പ്രശ്നമാണ് അത്. അതിലെന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ. ഇനി കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് ബേവിഞ്ചയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണം നടക്കുന്ന പ്രദേശത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. മണ്ണിടിച്ചിൽ തുടരുന്നതിനാൽ പ്രദേശത്ത് 150ഓളം കുടുംബങ്ങൾ ഭീതിയിലാണ്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള നാട്ടുകാർ ചില ആശങ്കകൾ മുന്നോട്ട് വെച്ചതാണ്, ചില പരാതികൾ മുന്നോട്ട് വെച്ചതാണ്. മഴക്കാലം എത്തുന്നതോടുകൂടി, മഴ ശക്തി പ്രാപിക്കുന്നതോടുകൂടി അത് ഇടിഞ്ഞു വീഴും എന്നുള്ള കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ആ പ്രദേശവാസികളുടെ ഒക്കെ അഭിപ്രായങ്ങൾ മുഖവിലേക്കെടുക്കാതെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. അതാണ് ഇപ്പോൾ ഇങ്ങനെ തുടർച്ചയായി മണ്ണിടിഞ്ഞു വീഴുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. വലിയ വിമർശനം അവിടെയുള്ള പ്രദേശവാസികൾ, ജനപ്രതിനിധികൾ അടക്കം ദേശീയപാത അതോറിറ്റിക്കെതിരെ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. കാസർഗോഡ് ബേവിഞ്ചയിൽ 3 തവണയാണ് ഇന്ന് മാത്രം മണ്ണിടിഞ്ഞത്. മണ്ണിടിച്ചിലുണ്ടാകുന്ന ആഘാതം എത്രത്തോളം ഭയാനകമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഓരോ ദൃശ്യങ്ങളും. ഇന്നുച്ചയോടെയാണ് ആദ്യ മണ്ണിടിച്ചിൽ. ദേശീയപാത 66-ൽ ചെർക്കളത്തിനും നീലേശ്വരത്തിനും ഇടയിലുള്ള 2ാം റീച്ചിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് 3 തവണയാണ് മണ്ണിടിഞ്ഞത്.
മണ്ണിടിയുന്നതിന്റെ ഭീകരത വ്യക്തമാക്കുന്നതായിരുന്നു 24-ലൂടെ പുറത്തുവന്ന ദൃശ്യങ്ങൾ. നല്ല ഭയത്തിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് തന്നെ. PWDൻ്റെ റിപ്പോർട്ടുണ്ട്, ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുന്നില്ല. എന്നാലും ഇതുവരെ അതിനുള്ള ഇതൊന്നുമില്ല. കളക്ടർ സാറും ഓർഡറാക്കി തന്നതാണ് ഏറ്റെടുക്കണമെന്നില്ല. 11 മാസമായി ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ പഠിച്ചിട്ട് കഴിയുന്നു. മണ്ണിടിച്ചിൽ രൂക്ഷമായതോടെ പ്രദേശത്തെ 150ഓളം കുടുംബങ്ങളും ആശങ്കയിലാണ്. മണ്ണിടിയുന്നതിന്റെ നേരെ മുകളിലുള്ള വീട് മേഘാ കമ്പനി ഏറ്റെടുക്കണമെന്നും വീട്ടുകാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടും നടപടിയുണ്ടായില്ല. കളക്ടർ ഒരു 10-200 ലോഡ് കല്ല് ഫുള്ള് പാക്ക് അയച്ചാണ് പറഞ്ഞിട്ട്, മണ്ണ് നിൽക്കില്ല പറഞ്ഞിട്ട്. ഇപ്പോൾ അവരെല്ലാം ലേസം എടുത്ത ലക്ഷം ഫുള്ള് തിരക്കി പോകുന്നുണ്ട്, ഫുള്ള് പോകുന്നുണ്ട്. നമ്മൾ വീട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു സൈഡ് ഫുള്ളെത്തി. കുറച്ചേ ഉള്ളൂ, ആകെ 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ആ വീട് 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ തീരെ ഇതില്ലാതെ വയ്യാന്നുള്ളത്. ഏത് നിമിഷവും ഒരു പോയുള്ളത്. അപ്പോൾ കളക്ടർ നമ്മളോട് പറഞ്ഞു അവിടെ താമസിക്കേണ്ടതല്ലേ പറഞ്ഞിട്ട്. നമുക്ക് താമസിക്കാൻ വഴിയില്ല, അവിടെ പോകാൻ വഴിയില്ല. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സമയത്ത് ജനപ്രതിനിധികളുടെ അഭിപ്രായം പോലും അവഗണിച്ചെന്ന് NA നെല്ലിക്കുന്ന് MLA. ഞങ്ങളൊക്കെ പറഞ്ഞതാണ്, ഇതിൽ വളരെയധികം അപാകതകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും ഈ സർവീസ് റോഡില്ലാതെ NH ഒരിടത്തും പണിതിട്ടുണ്ടാവില്ല. ഇവിടെ മാത്രമാണ് സർവീസ് റോഡില്ലാത്തത്. അപകട വിവരമറിഞ്ഞ് സ്ഥലം സന്ദർശിക്കാനെത്തിയ ജില്ലാ കളക്ടർ K ഇമ്പശേഖരന് നേരെയും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. ജില്ലയിലെ തെക്കിൽ ചട്ടഞ്ചാൽ, വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. ദേശീയപാതയോരത്തെ സോയിൽ ലൈനിങ് ഫലപ്രദമല്ലെന്ന് നാട്ടുകാരെന്നേ പറഞ്ഞതാണ്. പക്ഷേ വികസനത്തിന് തടയിടുന്നു എന്ന് പറഞ്ഞ് ജില്ലാ ഭരണകൂടവും മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയും അവരെ ആട്ടിയോടിച്ചു. ഒടുവിലിപ്പോൾ പലയിടത്തും മണ്ണിടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. മണ്ണിടിഞ്ഞതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ആ ആശങ്കയാണ് പ്രതികരണങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടത്. മഴ കഴിയുന്നതുവരെ ഈ മണ്ണ് നീക്കാൻ, ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് അടിയന്തരമായൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ, ഉടനടി ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വിഷയം കൂടുതൽ ഗുരുതരമാകും എന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി. കളക്ടറിൻ്റെ ഉത്തരവുണ്ട്, പിന്നെ ഈ വീട് ഏറ്റെടുക്കണമെന്ന രീതിയിൽ കളക്ടറിൻ്റെ ഉത്തരവുണ്ട്. പക്ഷേ ഇതിൻ്റെ അധികൃതർ അതുമായിട്ട് താല്പര്യം കാണിക്കുന്നില്ല. ഏകദേശം കളക്ടറിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട് ഇപ്പോൾ 11 മാസമായി. 11 മാസമായിട്ടും അതിനോടൊരു താല്പര്യം കാണിക്കുന്നില്ല. ഇതുമാതിരി ഒറ്റപ്പെട്ടു അവർ ഏറ്റെടുത്താലും ഇതിനായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങൾ അവർ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. മണ്ണിടിഞ്ഞ് വീണ് പുര തന്നെ ഇപ്പം പോവും. നമുക്ക് ഏത് സമയത്തും പുര പോകുന്ന സാധ്യത തന്നെ ഇല്ലത്. നിൽക്കാനേ പേടിയാണിപ്പം. കളക്ടർ ഏറ്റെടുക്കണം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓർഡർ തന്നിന്. ആ ഓർഡർ പ്രകാരം ഒരുത്തോളം ഏറ്റെടുത്തിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. കൂരായണത്തിൻ്റെ സമയമാണ്. ഓവർ ടു കൂരായണം. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തി. ഓരോ ദിവസവും ഓരോ മുന്നണികൾ ഓരോ ആയുധങ്ങളായിട്ട് രംഗത്ത് വരികയാണ്. ജമാഅത്തെ സപ്പോർട്ട്, PDP സപ്പോർട്ട്, ഹിന്ദു മഹാസഭയുടെ സപ്പോർട്ട്, അങ്ങനെ വെറൈറ്റി ആയുധങ്ങൾ. ഒരാളൊന്നിറക്കുന്നു, മറ്റേയാൾ അടുത്തതിറക്കുന്നു. അതിന്റെ ഇടയിൽ ഇനി സ്വല്പം മ്യൂസിക് ആവാം. ജനം ഇവിടെ വിവിധ ഭാഷകളിൽ മൊഴിഞ്ഞു വാഴുന്നു, ജനം മൊഴിഞ്ഞു വാഴുന്നു. ഓഹോ, നിങ്ങൾക്കൊരു രമ്യ ഹരിദാസ് ഉണ്ടെന്ന് കരുതി വല്ലാണ്ട് കോൺഫിഡൻസ് കാണിക്കണ്ടേട്ടാ. അടുത്തതായി ഞങ്ങളുടെ കോമ്രേഡ്സ് രംഗത്തിറക്കുന്നു. CPM നേതാവ് ദലീമ ജോജോ. ചെക്ക്. പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യനെ പടച്ചു, മനുഷ്യന്മാർ തമ്മിൽ പണക്കാരെ പടച്ചു. ഇത് പോരാ, രാഷ്ട്രീയം പറഞ്ഞുള്ള പാട്ട് വേണോ? ദിപ്പ ശരിയാക്കി തരാം. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. പക്ഷെ നിങ്ങൾ രണ്ടൂട്ടരും എത്രയൊക്കെ പാട്ട് പാടി വോട്ട് പിടിക്കാൻ നോക്കിയിട്ട് എന്തുട്ടാ കാര്യം? രണ്ടൂട്ടരും തോറ്റു പോവില്ലേ? ആര് പറഞ്ഞു? PV അൻവർ അല്ലാണ്ട് ആര്? 75,000 വോട്ടിൽ കുറയാത്ത വോട്ട് ചെയ്യാൻ പിടിക്കും. LDFന്റെ സ്ഥാനാർത്ഥി 30,000 to 35,000 വോട്ടുണ്ടാവും. UDFന്റെ സ്ഥാനാർത്ഥിക്ക് മാക്സിമം 40,000 to 45,000 വോട്ടുണ്ടാവും. അത് വേറൊരു യൂണിവേഴ്സ്. മൂപ്പരിന് സ്വപ്നത്തിലാണോ അല്ല കിട്ടുന്ന വോട്ടിന്റെ എണ്ണൊക്കെ പറയണു? എനിക്ക് 75,000 വോട്ട് കിട്ടുന്നു.
പാവം മൂപ്പരുടെ കൂടെ ആരും ഇല്ലാത്തോണ്ടാണ് തോന്നുന്നു പുള്ളി സ്വയം പറയണത് PV അൻവർ തുടരുന്നു. പിന്നെ പുള്ളിയുടെ കൂടെ ആരും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ PV അൻവറിന് വേണ്ടി ക്രിക്കറ്റ് ഇതിഹാസം യൂസഫ് പഠാൻ ക്രീസിൽ ഇറങ്ങിയത്. എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. അതേസമയം മറ്റൊരിടത്ത് ഞങ്ങളുടെ യുവ നേതാക്കൾ അസ്വസ്ഥരാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ, അതിന്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. ഒരു MP-യുടെ ബോർഡ് വെച്ച വണ്ടി തെരഞ്ഞെടുപ്പ് ഓഫീസേഴ്സ് പരിശോധിക്കാൻ പാടുണ്ട. അത് ഞങ്ങളുടെ ഷാഫി പറമ്പിൽ MP തീരെ പിടിച്ചിട്ടില്ല കേട്ടാ. പിന്നെ പാവം പരിശോധനയ്ക്ക് സഹകരിച്ചു എന്നൊക്കെയാണ് പറയണത്. എവിടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ദൃശ്യങ്ങൾ എവിടെ? നിങ്ങളൊന്ന് കാണട്ടെ. എന്നോട് പെട്ടി തുറക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പെട്ടി എടുത്ത് പുറത്ത്. ഓ, സഹകരണ മനോഭാവത്തിന്റെ നിഷ്കളങ്ക പ്രസ്ഥാനത്തിന്റെ തിളക്കം ആ മുഖത്ത് കാണുന്നില്ലേ നിങ്ങൾ സുഹൃത്തുക്കളെ? പോലീസ് ഷാഫി പറമ്പിന്റെ മുഖത്തേക്ക് ടോർച്ച് അടിച്ചു. അദ്ദേഹമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാം പുറത്തിറങ്ങി. അപ്പോൾ അദ്ദേഹത്തോട് ഡിക്കി തുറക്കാൻ പറഞ്ഞു. അതിലൊക്കെ ഞങ്ങൾക്ക് ഒരു അസ്വാഭാവികത തോന്നി. തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന വാഹന പരിശോധനയില് നമ്മുടെ യൂത്തന്മാർക്ക് മാത്രം അസ്വാഭാവികത തോന്നി. അതെന്താ അങ്ങനെ? മറച്ചു വെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമർഷവും പ്രതിഷേധവും രൂപപ്പെട്ടു വരാം. ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല. പാലക്കാട് ഇതുപോലെ ഒരു പെട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് എന്തുട്ടൊക്കെ പുകിലുണ്ടാക്കിയതാ. എന്നിട്ട് ഇപ്പൊ എന്തായി? അതുകൊണ്ട് അത് വിട്. കം ടു ദിസ് പെട്ടി. ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, MP-യുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ, ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഓ, സാർ ഇവിടെ ഉണ്ടായിരുന്നോ? സാറിന്റെ പോസിറ്റീവ് സഹകരണവും നാട്ടുകാർ മൊത്തം കണ്ടതാട്ടോ. ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം. അത് തരാം കേട്ടോ. എല്ലാരും പേടിക്ക്. അപ്പൊ അത് വളരെ ഇൻസൾട്ടിംഗ് ആയിരുന്നു. അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ്. ഈ രാഹുലും ഷാഫിയും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് വല്ല കോമഡി സീനിലും പോയി അഭിനയിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോഴേ, നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാരാണല്ലോ, നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ ആർക്കായാലും അതിന്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. ഞങ്ങളുടെ യൂത്തമാർ ഇത്രയ്ക്ക് ഇമോഷണൽ ആവാൻ കാര്യം എന്താണെന്നറിയോ? എല്ലാരും കൂടി അവരെ ടാർഗറ്റ് ചെയ്യുന്നു, അവരെ മാത്രം പരിശോധിക്കുന്നു. അതെവിടെ തന്നെയായ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധിയുടെ വാഹനം, എത്ര മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, നിങ്ങളെല്ലാം കാണുന്നില്ലേ? ഇടതുപക്ഷ CPM-ന്റെ 100 MLA-മാർ ഇവിടെ ഇല്ലേ? ഇടതുപക്ഷത്തിന്റെ 100 MLA, 99 MLA-മാർ ഇവിടെ ഇല്ലേ? അവരുടെ ആരുടെയെങ്കിലും വാഹനം പരിശോധിക്കുന്നുണ്ടോ? നിങ്ങൾ പെട്ടിങ്ങടക്കം വെച്ച് വിവാദം ഉണ്ടാക്കുമ്പോ തൊട്ടപ്പുറത്ത് വാഹന പരിശോധന തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്നും അറിയണില്ല? ഇത് കണ്ട, ഇത് ഇടതുപക്ഷത്തെ രാധാകൃഷ്ണൻ MP-യുടെ വാഹനം പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ്. എന്തേ ഒന്നും പറയാനില്ലേ? അയ്യോ, ഞങ്ങളുടെ വണ്ടി മാത്രം പരിശോധിക്കണേന്ന് പറഞ്ഞ് ഒരു ഓളുണ്ടാക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതും ചീറ്റിപ്പോയി. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉമ്മറപ്പടിയിലെത്തി നിൽക്കാണ്. തെരഞ്ഞെടുപ്പ് ദിവസം ആകുമ്പോഴത്തേക്കും ആവനാഴിയിലുള്ള എല്ലാ അസ്ത്രങ്ങളും പുറത്തെടുക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ നേതാക്കള്. എല്ലാ അസ്ത്രങ്ങളും അടവ് നയങ്ങളും ഗാലറിയിൽ ഇരുന്ന് കണ്ട് നമ്മുടെ ജനങ്ങള് വിധി എഴുതുന്നുള്ളത് മറക്കണ്ടട്ടാ. ഇനി കൊല്ലത്തേക്കാണ്, കൊട്ടാരക്കരയിലേക്കാണ്. അവിടെ കൊട്ടാരക്കരയിലെ പൊതുമാർക്കറ്റിൽ കച്ചവടക്കാർ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. പെയ്യുന്ന മഴവെള്ളം അത്രയും മാർക്കറ്റിനുള്ളിൽ വന്ന് മറിയുകയാണ്. വിൽപ്പന സാധനങ്ങളൊക്കെ നാശമാകുന്നതിനൊപ്പം പകർച്ചവ്യാധികളും കച്ചവടക്കാരിലേക്ക് പകരുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഒരു മാർക്കറ്റ് ഒരുക്കാനാണ് കൊട്ടാരക്കരയിൽ നഗരസഭാ അധികാരികളുടെ ശ്രമം. അതുകൊണ്ട് തന്നെ നിലവിലെ മാർക്കറ്റ് പൊളിച്ച് ഇവിടുത്തെ കച്ചവടക്കാരെ സമീപത്തേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ്. എന്നാൽ അവിടെ ഇപ്പോൾ കച്ചവടക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്ന് കാണേണ്ടതാണ്. അതാ ഇങ്ങനെ വെള്ളം വീഴുന്നില്ല, ആരും മനുഷ്യന് ഇരിക്കാൻ കൊതില്ല. വെള്ളം ചോരും, അവരെ പണി അങ്ങനത്തെ. പരിമിതികൾ ഏറെയായിരുന്നു കൊട്ടാരക്കരയിലെ പഴയ മാർക്കറ്റിന്. ഇത് മറികടക്കാനാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ഹൈടെക് മാർക്കറ്റ് ഒരുക്കാൻ നഗരസഭ തീരുമാനിച്ചത്. കഴിഞ്ഞ ജൂൺ 25-നായിരുന്നു നിർമ്മാണോദ്ഘാടനം. കിഫ്ബി ഫണ്ടിൽ നിന്നും 5 കോടി രൂപ ചെലവഴിച്ച ചുരുങ്ങിയ നാൾ കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. ഇപ്പോഴും കോൺക്രീറ്റ് തൂണുകളും പാതി പൂർത്തീകരിച്ച കെട്ടിടവുമായി പുതിയ മാർക്കറ്റ് അങ്ങനെ നിൽക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് മാർക്കറ്റിലെ കച്ചവടക്കാരെ ഒഴിപ്പിച്ചത്. പഴയ മാർക്കറ്റിന് എതിർവശമുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഇവർക്ക്
താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കി നൽകി. എന്നാൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കച്ചവടക്കാർ. ഭയങ്കര ചോർച്ച, നിൽക്കാൻ വയ്യ. ഞാൻ പ്ലാസ്റ്റിക് മാനത്ത് മഴ ഉള്ളുമ്പോഴേ പ്ലാസ്റ്റിക്കും പെട്ടിയും ഇറക്കിയിട്ടുണ്ട് അവിടെ ഇരിക്കുന്നത്. ഇത് മീനാണ്, ഇത് നനഞ്ഞു പോയി ഞങ്ങൾ എന്തോ ചെയ്യാനാ? അല്ലെങ്കിൽ വേണ്ടിയില്ല, വേറെ വല്ലാതെങ്കിൽ ഒന്ന് ഉണക്കിയെങ്കിലും എടുക്കാം. മീൻ ഉണക്കാനൊക്കെ ഈ മഴക്കാലത്ത് പെയ്യുന്ന മഴയത്രയും മാർക്കറ്റിനുള്ളിലേക്ക് വന്നു പതിക്കുകയാണ്. മഴയായാൽ കുട ചൂടി കച്ചവടക്കാർ ഇരിക്കേണ്ട അവസ്ഥ. വെള്ളം വീണ് ഉണക്കമീനടക്കമുള്ള കച്ചവട സാധനങ്ങൾ നശിച്ച് പതിനായിരങ്ങളുടെ നഷ്ടമാണ് പാവപ്പെട്ട കച്ചവടക്കാർക്കുണ്ടാകുന്നത്. ഞങ്ങൾ ഇവിടെ കയറി അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ വെള്ളം പൊട്ടിപ്പോകുന്നത്. ഒരുപാട് പ്രാവശ്യം എൻ്റെ മീൻ നഷ്ടപ്പെട്ട് അവിടെ എന്നിട്ട് പരാതി പറഞ്ഞ് ഒരു 10 പ്രാവശ്യം പറഞ്ഞു. മീനെല്ലാം 10-25,000 രൂപയുടെ മീനെല്ലാം നഷ്ടപ്പെടുക. വെള്ളം കെട്ടിക്കിടന്ന പലരും രോഗബാധിതരാകുന്നു. എൻ്റെ കാല് മുങ്ങുന്ന രീതിയിലാണ്. ഞാൻ അവിടുന്ന് ആ ഭിത്തിയിൽ നിന്ന് വെള്ളം വീണ് താഴോട്ട് ഇറങ്ങി ആ ഉപ്പുവെള്ളം, ഉണക്കമീൻ്റെ ഉപ്പുവെള്ളം എല്ലാം കൂടെ ചേർന്ന് അതിനകത്ത് വന്ന് കെട്ടിക്കിടക്കുമായിരുന്നു. ഞാൻ നിന്ന് എൻ്റെ കാലെല്ലാം നീറുമായിരുന്നു. ഇതുപോലത്തെയൊക്കെ രോഗങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അതിനകത്ത് നിന്ന് ജീവിക്കും? അധികാരികളോട് പലതവണ പറഞ്ഞെങ്കിലും ഫലമില്ലെന്നാണ് ഇവരുടെ പരാതി. പിന്നെ ആരും ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. പിന്നെ ഒരു വട്ടം അങ്ങോട്ട് ആളെ വിട്ട് ആ 2 ഷീറ്റ് അടിച്ചതല്ലാതെ ഇതുവരെ ആരും വന്ന് ഇതുവരെയും നോക്കിയിട്ടില്ല. പിന്നെ ആരോടാ പറയുന്നത്? ഇതുപോലെ അവരെന്തെങ്കിലും ഇരുന്ന് പരാതി വിളിച്ച് പറയുമ്പം ആരെങ്കിലും എന്തെങ്കിലും നടപടി കൊണ്ട് വരും. പക്ഷേ ഇതുവരെ ആ ഷീറ്റ് ഇട്ടല്ലാതെ ഇതുവരെ ആരും വന്ന് നോക്കിയിട്ടില്ല. പലതവണ പരാതി പറഞ്ഞപ്പോൾ ചിലരെത്തി, എന്നാൽ ഒന്നും ചെയ്യാതെ മടങ്ങി. ഒടുവിൽ കച്ചവടക്കാർ തന്നെ പരിഹാരമൊരുക്കാൻ ശ്രമിച്ചെങ്കിലും പാളി. അശാസ്ത്രീയമായാണ് മേൽക്കൂര നിർമ്മിച്ചതെന്ന നിർമ്മാണ സമയത്ത് തന്നെ കണ്ടുനിന്നവർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അധികൃതർ പറഞ്ഞ മറുപടി ഇങ്ങനെ. ഞാൻ അന്ന് ഇവിടെ പണിയാൻ വന്നവരടുത്ത് പറഞ്ഞ് ഇത് ഇങ്ങനെ ഈയിടെ പറഞ്ഞപ്പോൾ ഞാൻ എഞ്ചിനീയറാണെന്ന് ചോദിച്ചവന്മാർ. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിലൊക്കെ കാര്യങ്ങൾ വന്നു. ഇന്നലെ ഞാനായത് മൊത്തം കെട്ടി, ഞാനില്ല ചെറുക്കനോടത് മൊത്തം കെട്ടി റെഡിയാക്കി വെച്ചത്. വലിയ കാറ്റടിച്ചാൽ മേൽക്കൂര പോലും പാറിപ്പോയേക്കും. ജീവൻ പണയപ്പെടുത്തി മഴ നനഞ്ഞ് കച്ചവടം ചെയ്ത് കിട്ടുന്നത് ആശുപത്രിയിൽ കൊടുക്കേണ്ട അവസ്ഥയാണ് കച്ചവടക്കാർക്ക്. ഈ പാവങ്ങളുടെ നികുതിപ്പണം കൂടി നഗരസഭയിൽ എത്തുന്നുണ്ടെന്ന് അധികൃതർ മറക്കാതിരുന്നാൽ നന്ന്. 3 മാസത്തിനുള്ളിൽ പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് അധികാരികളുടെ വാദം. അത് സാധ്യമാകുമോ എന്നതും കണ്ടറിയണം. എന്തായാലും മഴ നനയാതിരിക്കാൻ വേണ്ട സൗകര്യമെങ്കിലും അടിയന്തരമായി ഈ കച്ചവടക്കാർക്ക് ഒരുക്കി നൽകാൻ ഇനിയും അധികാരികൾ വൈകരുത്. ദുരിതപൂർണമാണ് കൊട്ടാരക്കര താൽക്കാലിക ചന്തയ്ക്കുള്ളിലെ ഈ ചെറുകിട കച്ചവടക്കാരുടെ ജീവിതം. ഇവരും മനുഷ്യരാണെന്നുള്ളൊരു ചിന്തയെങ്കിലും കൊട്ടാരക്കര നഗരസഭാ അധികൃതർക്ക് വേണം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഈ റിപ്പോർട്ടോടെ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്.